കള്ളാടി മണ്ണിടിച്ചിലിന്റെ ഭീകരത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളിൽ ഉള്ള ലോറിയാണിത്. ഈ ലോറി ഒരു കണക്കിന് ഈ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിൽ വലിയ കാരണമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. കാരണം ആ കുത്തി ഒലിച്ച് വന്ന ആ മണ്ണും അതോടൊപ്പം തന്നെ വെള്ളവും ചെളിയും അടങ്ങുന്നത് തടഞ്ഞു നിർത്തിയത് ഈ ലോറിയാണ്. ആ പാലത്തിന് തൊട്ടടുത്താണ് ഈ ലോറി നിന്നിരുന്നത്. ആ ലോറിയിലേക്ക് ഈ മണ്ണ് അടിച്ച് വന്നതോട് കൂടിയാണ് ഇപ്പുറത്തുള്ള പല ആളുകളും രക്ഷപ്പെട്ടത്. ഈ ലോറി ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ പാൽരാജിന്റെ ഭാര്യയും അതേപോലെ നാട്ടുകാരായ പലരുടെയും മുകളിലേക്ക് ഈ മണ്ണ് പതിക്കുമായിരുന്നു. ഈ ലോറിയാണ് അതിനെ തടഞ്ഞു നിർത്തിയത്. എത്രത്തോളം ശക്തമായാണ് ആ മണ്ണ് അടിച്ച് വന്നത് എന്ന് ഈ ലോറി തെറിച്ചു പോയ ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എന്തായാലും ഈ കമ്പനിയുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ലോറിയാണ്. ആ ലോറി അതിശക്തമായ ആ മണ്ണിടിച്ചിലിൽ ഈ തെറിച്ച് പോവുകയും പിന്നീട് അവിടെയുള്ള ആ ഹോട്ടലിന്റെ ഭാഗത്തേക്ക് ഈ റിവേഴ്സ് ആയി നിൽക്കുകയുമാണ് ചെയ്തത്. അതിന് അടിയിൽ നിന്നാണ്, അതായത് ഏതാണ്ട് ഈ ഭാഗത്ത് നിന്നാണ്, ഈ ജയ്സൽ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്നാണ് ആ പാൽരാജിന്റെ ഭാര്യയും എഴുന്നേറ്റ് പോകുന്നത്. അവർ ഈ ലോറി ഇല്ലായിരുന്നു എങ്കിൽ അവർ എന്തായാലും ലോറിക്ക് ആ മണ്ണിനടിയിൽ പെടുമായിരുന്നു എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറും അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളും എല്ലാം തന്നെ മറ്റ് പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആ CCTV ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളുടെ ഭീകരത നമ്മൾ ഈ ലോറി അവിടെ ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആ ലോറി ഇല്ലായിരുന്നെങ്കിൽ പല ആളുകളും മണ്ണിനടിയിൽ പെടുമായിരുന്നു. എന്തായാലും എന്നും ഈ കള്ളാടി ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യമായി ഈ ലോറി മാറുമെന്നതിൽ സംശയമില്ല. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 വയനാട്.